വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. പെട്രോൾ ഡീസൽ വിലവർധനയ്ക്കെതിരെ മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി CPIM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി. എസ്തോസ് ഭവന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. പെട്രോൾ ഡീസൽ വിലവർധനയ്ക്കെതിരെ CPIM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. എസ്തോസ് ഭവന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഈ പ്രക്ഷോഭ സമരത്തിലേക്ക് മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും പാർട്ടി പ്രവർത്തകരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നടത്തിയ ധർണ CPIM ജില്ലാ സെക്രട്ടറി S. സതീഷ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇന്ന് നീണ്ട വർഷക്കാലത്തെ അനുഭവത്തിൽ നിന്നും രാജ്യത്തെ ജനത നമ്മെ മനസ്സിലാക്കുന്നത് മാർക്കറ്റിൽ വില കൂടുമ്പോഴും കൂടും, കുറയുമ്പോഴും കൂടും എന്ന സ്ഥിതിയാണ്. കുറയുമ്പോൾ അതിന്റെ ആനുപാതികമായ ഗുണം നമുക്ക് ലഭിക്കാതിരിക്കുന്നത് അധിക നികുതി ഭാരം കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നു എന്നിടത്താണ്. നികുതി ക്രമാനുഗതമായി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മാർക്കറ്റിൽ കുറയുന്നതിന്റെ വില നമുക്ക് കുറയുന്നില്ല. അത് നികുതി പിരിക്കുക. ആ നികുതിയാകട്ടെ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിലേക്കും സംസ്ഥാന സർക്കാരിലേക്കും പോകത്തക്ക വിധത്തിലേക്കുള്ള സമ്പ്രദായത്തെ കൊണ്ടുവരും. നികുതിക്ക് പുറമെ അധിക സെസ് ഉൾപ്പെടെയുള്ള സമ്പ്രദായങ്ങൾ കേന്ദ്ര ഖജനാവിലേക്ക് നേരിട്ട് കിട്ടാൻ കഴിയത്തക്ക രൂപത്തിലേക്കുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തും. അങ്ങനെ വരുന്നതിന്റെ ഭാഗമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ ഇന്ന് പിടിച്ചു നിർത്താൻ കഴിയാത്ത അനിയന്ത്രിതമാകുന്ന രൂപത്തിലേക്ക് മാറി തീർന്നിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. ഈ സമീപനം അവർ എല്ലാ കാലത്തും സ്വീകരിക്കുകയാണ്. ഇപ്പോ കൂനുമേ കുരു എന്ന് പറഞ്ഞ പോലെ ആ സമീപനത്തെ രൂക്ഷമാക്കുന്ന വിധത്തിലേക്ക് യുദ്ധത്തിന്റെ അന്തരീക്ഷം വന്നു. ഒരു യുദ്ധമുണ്ടാകുന്ന ലാഞ്ചന വന്നാൽ ഏതൊരു രാഷ്ട്രവും സ്വീകരിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് 90 ദിവസം 3 മാസക്കാലം ആ യുദ്ധത്തിന്റെ കെടുതി ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തയ്യാറായോ? ഈ രാജ്യത്ത് 3 മാസം പോകട്ടെ, 15 ദിവസത്തെ സംഭരണം തയ്യാറാക്കാൻ തയ്യാറായോ? തയ്യാറായില്ല. എന്താ കാരണം? അത്തരത്തിലുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതല്ല, റിലയൻസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ക്രമാനുഗതമായ വിലവർധനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് സംസ്കരണം നടത്തി ലോകത്തേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ട് കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റിലയൻസിന്റെ താല്പര്യത്തിനൊപ്പം നിൽക്കുക, അദാനിയുടെ താല്പര്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം. അല്ലാതെ നാട്ടിലെ സാധാരണ തൊഴിലാളികളുടെയോ കർഷകരുടെയോ സാമാന്യ ജനതയുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കും, അവരുടെ കുടുംബ ബഡ്ജറ്റിനെ എങ്ങനെ ബാധിക്കും, അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്ന പ്രശ്നമായിരുന്നില്ല നരേന്ദ്രമോദിയുടെ പ്രശ്നം. കോർപ്പറേറ്റുകളുടെ ലാഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു എന്ന് കാണണം. കേന്ദ്ര ഗവൺമെന്റിന്റെ പക്ഷം എന്നുള്ളത് സാധാരണ മനുഷ്യരുടെ പക്ഷമല്ല, കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്. സാധാരണ മനുഷ്യരുടെ ജീവിതം തകർന്നാലും അവർക്ക് പ്രയാസമില്ല. എന്നാൽ ആ പ്രയാസം അനുഭവിക്കുന്ന ജനതയെ വർഗീയമായി ചേരിതിരിക്കുക, വർഗീയമായി സംഘടിപ്പിക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗം CK സോമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ, ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു, UR ബാബു, MR പ്രഭാകരൻ, സജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.